തന്നെയല്ല സ്ഥലം. വലൈക്കും അസ്സലാം. മുരളിയ സുഖല്ലേ? ഇന്ന് കത്ത് വല്ലതുണ്ടോ സുലൈമാനെ? എന്താ കരുതി? ഞാൻ പോസ്റ്റ്മാനൊന്നല്ല, നിനക്കൊക്കെ സഹായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ഓർക്കുന്നതാ. എന്താ ഇത് സുലൈമാനെ, ഒന്ന് സമാധാനിക്ക്. ഇത് വർഗീസ് അച്ചായനാ. വർഗീസ്. സുലൈമാനെ, വർഗീസ് ഇപ്പൊ വേറെ റൂമിലാ. പ്രിയപ്പെട്ട വർഗീസ് അച്ചായൻ കണ്ടു വായിച്ചറിയുവാൻ കത്രീനയും സഞ്ജയ് മോനും ജാൻസി മോളും കൂടി എഴുതുന്നത്. അച്ചായൻ പോയിട്ട് ഇന്നത്തേക്ക് 7 വർഷം തികയാ. എത്ര പെട്ടെന്നാ വർഷങ്ങൾ പോകുന്നത്. അച്ചായന് വല്ല ചിന്തയുണ്ടോ? അങ്ങേതിലെ ബ്ലേഡ് കംസ വെറും 2 വർഷം ഗൾഫിൽ പോയി തിരിച്ചു വന്നത് എങ്ങനെയാണെന്നറിയോ? ഉഗ്രനൊരു വീട്, വലിയ കാറൊക്കെ സമ്പാദിച്ചാ. കാറില്ലാത്തോണ്ട് സഞ്ജു മോന് കോളേജിൽ പോവാൻ തന്നെ മടിയാ. അതെങ്ങനെയാ? എന്തു പറഞ്ഞാലൊരു മൗനല്ലേ? പിന്നെ മീൻകാരൻ ഔറാനയ്ക്ക് 20,000 രൂപ കൊടുക്കാനുണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എത്ര ചോദിച്ചാലും തരും. വീടുപണി എത്രയും പെട്ടെന്ന് തീർക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് വന്നാ മതി. ആളുകളോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. എഴുത്ത് തൽക്കാലം നിർത്തട്ടെ. സ്നേഹത്തോടെ കത്രീന. ഞാൻ എന്തായി കാണുന്നത്? ഇന്റർനെറ്റും മൊബൈലും വഴി തടഞ്ഞ് നടക്കാൻ പറ്റാത്ത ഈ കാലത്ത് ആരായി കത്തയച്ചത്? ആരായാലും വർഗീസേടൻ ഭാഗ്യവാനാ. ഹലോ, അതെ അസീസാണ്. ആര്? മിഥുനോ? എവിടെ? ഏതു ബാറില്? ഓക്കെ, ഞാൻ എത്തി. കല്ലും കാണുന്നില്ല. പണ്ടാരടക്കാം. എന്താ സുഹൃത്ത്, കാക്ക കാഷ്ടിച്ചോ? തനിക്ക് കണ്ടറിഞ്ഞൂടു പണ്ടാരടക്കാൻ വേണ്ടിട്ട് കാക്ക കാഷ്ടിച്ചാന്നുള്ളത് കണ്ണില്ലേ? സാരില്ലാന്നേ, ബുദ്ധിയില്ലാത്ത ജീവിയല്ലേ. ബുദ്ധിയുള്ള നമ്മൾ അങ്ങ് ക്ഷമിക്കുക. അല്ല, നിങ്ങളെ ഞാൻ ഇവിടെ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ പുതിയ ആളാ. അപ്പൊ പുതിയ ആളെങ്ങടാ യാത്ര? ഞാൻ ഈ പരിസരത്ത് ഗ്രോസറി എങ്ങാനുണ്ടോന്ന് അന്വേഷിച്ചിറങ്ങിയതാ. എന്റെ ചങ്ങായി, നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ. അത് കണ്ട ആ കാണുന്ന ഗ്രോസറി. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്നാലും ആ കാക്ക കണ്ടിന്യൂ. എന്താ നിർത്തി കളഞ്ഞേ? ഇന്ന് ഇത്രയും മതി. സംഗീതം പഠിച്ചിട്ടുണ്ടോ? നാട്ടിൽ വെച്ച് പഠിച്ചിരുന്നു 2 വർഷം. ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ച് ക്ലാസ്സിന് പോയിരുന്നു. പക്ഷേ നാട്ടിലെ ചെലവും ഇവിടുത്തെ ചെലവും, പിന്നെ സംഗീത ക്ലാസ്, അങ്ങേതാലും ഇങ്ങേതാലും കൂട്ടിമുട്ടിക്കാൻ വിഷമിക്കുന്നുണ്ടല്ലേ? ഒരു കണക്കിന് നോക്കിയാൽ മരണത്തിന് തുല്യ ഈ പ്രവാസി ജീവിതം. നീ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ CM നസീർക്കാടെ ഗ്ലോബൽ മറൈൻ കമ്പനിയിലാ. ഓ, ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചിരുന്നു. അദ്ദേഹത്തിനല്ലേ ഈ വർഷത്തെ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ്? ബിസിനസ് മാഗ്നറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ ഇവിടുത്തെ പ്രതിനിധി ശ്രീ CM നസീർ ഖാൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന ആദരണീയരെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല.
ഈ വലിയ സദസ്സിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ ഈ സംഘടനയുടെ ഭാവി പരിപാടികൾക്ക് എൻ്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും ഞാനിവിടെ നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സാർ എന്നെ കാപ്പാത്തുങ്ക സാർ. സാർ എൻ കുഴന്തയ്ക്ക് നാളെ ഓപ്പറേഷൻ. എനിക്ക് കുറച്ച് പണം കൊടുങ്ക സാർ. സാർ എനിക്ക് പണം കിടച്ചാൽ നാളെ എൻ ഓപ്പറേഷൻ നടക്കോ സാർ? இப்போவே இந்த கம்பெனிக்கு 3000 dirhams தர வேண்டியிருக்கு. ப்ளீஸ் சார். எனக்கு எதுவுமே பண்ண முடியாது. கம்பெனி ரூல்ஸை இவங்க ஃபாலோ பண்ண முடியும். சார் கம் சார் എൻ്റെ കുഴന്ത ഓപ്പറേഷൻ. ഓക്കെ. സാരല്ലടൂ, പൈസ ഞാൻ തരാം. സാർ കഴിഞ്ഞ ഓണത്തിനെടുത്തതാ അവസാനമായി ഒരു ജോഡി ഡ്രസ്സ്. പിന്നെ ഇതാ ഇപ്പോൾ. നാട്ടിലാവുമ്പോൾ ഓണത്തിനും പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കൽ ഒരു രസമല്ലേ? ഇതാര് തൗഫീക്കോ? ക്ലാസ് കഴിഞ്ഞത് പിന്നെ നിന്നെക്കുറിച്ച് വിവരമൊന്നുമില്ലല്ലോ. അല്ല, നീ ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ലാതെ പഠിച്ചിട്ടെന്താ കാര്യം? ടീച്ചറെ, അതിൻ്റെ റൂംമേറ്റാ. വർഗീസ് എന്നെ ഓർക്കുന്നുണ്ടല്ലേ? എവിടെ നിന്റെ പീതാംബരൻ? വീട്ടിൽ തന്നെയുണ്ട്. വാ പോവാം. വർഗീസേട്ടാ, വർഗീസ്